PV അൻവർ കൊളുത്തിയ തീ അണയ്ക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് CPM. പാർട്ടി ശത്രുവിൽ നിന്നുള്ള വിമർശനമെന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോഴും അൻവർ ഉന്നയിക്കുന്ന വിഷയങ്ങളുടെ ഗൗരവം കുറയുന്നില്ല. ഇത് പാർട്ടിക്കും അറിയാം. നിയമസഭാ സമ്മേളനം ഈ ആഴ്ച തുടങ്ങാനിരിക്കെ സഭയ്ക്കകത്തെ വിമർശനങ്ങളുടെ മൂർച്ച കുറയ്ക്കാനുള്ള തീരുമാനം ഉണ്ടാകുമോ? അൻവർ വാളോങ്ങിയ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന പാലനത്തിൽ നിന്ന് ഒഴിവാക്കി മുഖം രക്ഷിച്ചാൽ ആരോപണങ്ങൾ ശരിവെക്കുന്നതാകും. അൻവറിനെ പ്രതിരോധിക്കാൻ മലപ്പുറത്തെ സ്വർണ്ണക്കടത്തും ഹവാല പണവും ഉയർത്തിക്കൊണ്ടുവന്ന മുഖ്യമന്ത്രി മലപ്പുറത്തെ അവഹേളിക്കുന്നുവെന്ന വിവാദമുയർത്തി ലീഗും രംഗം കൊഴിപ്പിക്കുകയാണ്. രണ്ടാമത്തെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ കോഴിക്കോട് അൻവർ പങ്കെടുക്കുകയാണ്. അൻവർ ഇന്ന് എന്തൊക്കെ പറയും? മുതലക്കുളത്താണ് ഈ സമ്മേളനം നടക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്ന ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് അൻവർ പാർട്ടിയെ ഊരാക്കുടുക്കിലാക്കിയോ എന്നുള്ളതാണ്. മുതലക്കുളത്തെ സമ്മേളനത്തിലേക്ക് പോകുന്നു. മുതലക്കുളത്ത് അൻവർ പങ്കെടുക്കുന്ന സമ്മേളനമാണ് നടക്കുന്നത്. മാമി തിരോധാനം ഇതിന്റെ വിശദീകരണ പൊതുയോഗമാണ് നടക്കുന്നത്. പറയാതിരിക്കാൻ വയ്യ, മാമി കേസ് ആശങ്കയേറ്റുന്നു. ഇതാണ് ഇന്നത്തെ കോഴിക്കോട് മുതലക്കുളത്തെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിന്റെ വിഷയം എന്ന് പറയുന്നത്. ഇതിലാണ് PV അൻവർ അല്പസമയത്തിനകം സംസാരിക്കാൻ പോകുന്നത്. പ്രൈം ഡിബേറ്റിൽ മുസ്ലിം ലീഗ് നേതാവ് ശ്രീ ഷാഫി ചാലിയം, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ എന്നിവരാണ് ചേരുന്നത്. അഡ്വക്കേറ്റ് ബലദേവ്, ഇപ്പോൾ രണ്ടാമത്തെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലാണ് അൻവർ പങ്കെടുക്കുന്നത്. അല്പസമയത്തിനകം അദ്ദേഹം സംസാരിക്കും. CPMനെ ശരിക്കും ഊരാക്കുടുക്കിലാക്കിയിരിക്കുകയാണല്ലോ PV അൻവർ. ഓരോ വിഷയവും ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് PV അൻവർ സമ്മേളനങ്ങളിൽ സംസാരിക്കുന്നത്. ഇത് പ്രതിരോധിക്കാൻ CPM പാടുപെടുകയാണല്ലോ. CPMന് ഇടതുപക്ഷ മുന്നണിക്ക് ഒരു പാടുമില്ല. കാരണം അദ്ദേഹം ഉയർത്തിവിട്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ്. അതിലുപരിയായിട്ട് CPM ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികൾ, ഏറ്റവും വലിയ നേതാവായിരുന്ന കേരളത്തിലെ ഗർജിക്കുന്ന സിംഹം MV രാഘവൻ പാർട്ടി വിട്ടുപോയി. ലക്ഷക്കണക്കിന് ആൾക്കാരുമായിട്ട് പോയത്. ഇപ്പൊ CP ജോൺ മാത്രം അവശേഷിക്കുന്ന MV രാഘവന്റെ മകൻ ഉൾപ്പെടെ CPMലേക്ക് തിരിച്ചു വന്നു. ഗൗരിയമ്മ ലക്ഷക്കണക്കിന് ആൾക്കാർ ആലപ്പുഴ പ്രകടനം JSS ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പാർട്ടിയേ ഇല്ല. പിന്നെ PV അൻവർ പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളാണ്. അല്ല, PV അൻവറിന് പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളായി മാറിയത് ഇപ്പോഴാണ്. പാർട്ടിയുടെ അംഗമല്ല, പക്ഷേ പാർട്ടിയുടെ സഹയാത്രികനായിരുന്നു. ഇത്രയും വർഷങ്ങൾ പാർട്ടിയോടൊപ്പം നിന്നു, ഇടതുപക്ഷ മുന്നണിക്കൊപ്പം നിന്നു. MLA ആയി. അദ്ദേഹത്തിന്റെ അനധികൃതമായ പ്രവർത്തനങ്ങൾക്ക് പോലും കൈയടിച്ച് സപ്പോർട്ട് ചെയ്യാൻ CPMന്റെ അണികൾ ഉണ്ടായിരുന്നു, സർക്കാർ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇത്രയും നാൾ അൻവറിന്റെ അനധികൃത പ്രവർത്തനത്തെ തൊടാൻ മടിക്കുകയായിരുന്നുവല്ലോ. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. അൻവറിന്റെ പാർക്കിനെതിരെ ഇപ്പോൾ നടപടി തുടങ്ങിയല്ലോ. അപ്പോൾ അങ്ങനെ പറയരുത്. CPM കാരനല്ലായിരുന്നുവെങ്കിൽ കൂടി CPMന്റെ സഹയാത്രികനായിരുന്നു അൻവർ. അപ്പോൾ പാർട്ടിക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും പറഞ്ഞപ്പോൾ മാത്രം അൻവർ ശത്രുവായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇല്ല, ഞാൻ പറഞ്ഞത് അതല്ല. ഞാൻ പറഞ്ഞ MV രാഘവനും ഗൗരിയമ്മയൊക്കെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രിയും മറ്റ് സ്ഥാനങ്ങളിലൊക്കെ ഇരുന്നവരാ. ഇതങ്ങനെയൊന്നുമില്ല. പാർട്ടി മറ്റൊരു മെമ്പർഷിപ്പ് 10 രൂപയുടെ മെമ്പർഷിപ്പ് പോലുള്ള ആളല്ല PV അൻവർ. പിന്നെ ഒരു കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസുമായിട്ട് പിണങ്ങി ഇടതുപക്ഷ മുന്നണിയിൽ വന്നു. മലപ്പുറത്തെ ചില പ്രത്യേക സാങ്കേതിക കാരണങ്ങളാൽ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തു. അവിടെ നിന്ന് ജയിച്ചു. കാര്യം ഇടതുപക്ഷത്തെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, മലപ്പുറം ജില്ലയിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ സ്വാധീനമില്ല. അവിടെ ഇത് മാത്രമല്ല, അൻവർ മാത്രമല്ല, പലപ്പോഴും പല മേഖലയിലും സ്വതന്ത്രന്മാരെ പരീക്ഷിച്ചിട്ടുണ്ട്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവർക്ക് സ്വാധീനമില്ലാത്തടുത്ത് ചില സ്വതന്ത്രന്മാരെ ഉപയോഗിച്ച് ആ സീറ്റുകൾ നിലനിർത്താനും പാർട്ടിക്കും മുന്നണിക്കും സ്വാധീനം ഉണ്ടാക്കാനും ശ്രമിക്കും. അതിന്റെ ഒരു ഭാഗം മാത്രമായിരുന്നു. പിന്നെ ഒരു കാര്യം മഞ്ചേഷ് പറഞ്ഞത് ശരിയാണ്. അൻവറിന്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇടതുമുന്നണി തന്നെ ഇതിനകത്ത് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. CP ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ അദ്ദേഹത്തിന്റെ അമ്യൂസ്മെന്റ് പാർക്കും അനധികൃതമായ സ്വത്ത് സമ്പാദനം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇടതുപക്ഷ മുന്നണിയുടെ MLA എന്നുള്ള നിലയിൽ പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് ഒരു നടപടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ആരോപണങ്ങളൊന്നും തന്നെ ഇതെല്ലാം അടിസ്ഥാനരഹിതമാണ്. കാരണം ഇദ്ദേഹം ഉന്നയിച്ച കുറേയധികം ആരോപണങ്ങളുണ്ടായിരുന്നു. അതിനകത്തെല്ലാം പാർട്ടിയും ഗവൺമെന്റും ശക്തമായ നിലപാടെടുത്തു. അന്വേഷണം നിയോഗിച്ചു. ഭാവി തിരുവാതിര കേസിൽ അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ അന്വേഷണ കേസിൽ മാറ്റിയിട്ട് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ ഉദ്യോഗസ്ഥരെ അന്വേഷിക്കാനായിട്ട് വെച്ച് ഇപ്പൊ അന്വേഷിക്കുന്നത് ഉത്തരമേഖല IG പ്രകാശ്, ഒരു DYSP പ്രേമന്റെ നേതൃത്വത്തിലുള്ളവരാണ് ഇപ്പൊ അത് അന്വേഷിക്കുന്നത്. നേരത്തെ ഇരുന്ന നാരായണനെയും ശശിധരനെയൊക്കെ അവിടുന്ന് മാറ്റി പുതിയ ടീമിന് വെച്ച് അദ്ദേഹത്തിന്റെ ഒരാവശ്യമായിരുന്നു അത്. അതുപോലെ തന്നെ ADGPക്കെതിരെ അന്വേഷണം വിജിലൻസിന്റെ മേധാവിയുടെ നേതൃത്വത്തിലാണ് അതിപ്പോൾ അന്വേഷിക്കുന്നത്. അതുപോലെ P ശശിക്കെതിരെ മാത്രമാണ് പാർട്ടി ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് മാറ്റിയത്. പിന്നെ തൃശൂർ പൂരം, അത് ADGP കൊണ്ടുവന്ന റിപ്പോർട്ട് മുഖ്യമന്ത്രി തന്നെ തള്ളി.
ഈ റിപ്പോർട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, പുതിയ അന്വേഷണത്തെ വെക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. അപ്പോൾ പിന്നെ എന്താ അദ്ദേഹം കൊണ്ടുവന്ന ആരോപണങ്ങൾ? അദ്ദേഹം കൊണ്ടുവന്ന ആരോപണങ്ങളെല്ലാം പി ശശിക്കെതിരെയുള്ള ഒഴിച്ച് ബാക്കി എല്ലാം അന്വേഷിക്കുന്നു. പി ശശിക്കെതിരെയുള്ളത് പാർട്ടി പരിശോധിക്കും. ശരി ശരി അഡ്വക്കേറ്റ് ബൽദേവ്, പക്ഷേ അവിടെയൊക്കെ പൊതുജനത്തിന് തോന്നുന്ന സംശയങ്ങളുണ്ട്. കാരണം ഈ അന്വേഷണങ്ങളെല്ലാം ഇത് ഓരോരുത്തരും അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോഴും ആ സമയത്ത് തന്നെയാണ് മുഖ്യമന്ത്രി ഈ പറയുന്ന പരാതികളിൽ ഒന്നും കഴമ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയും അൻവറിനെതിരെ തിരിച്ച് ആരോപണം ഉന്നയിക്കുകയും ചെയ്തത്. അതിനാൽ തന്നെ ആ അന്വേഷണങ്ങൾക്ക് എന്ത് പ്രസക്തി എന്നുള്ള മറുചോദ്യം ഇക്കാര്യത്തിലുണ്ട്. ശ്രീജിത്ത് പണിക്കർ, അൻവർ വീണ്ടും സർക്കാരിനും മുഖ്യമന്ത്രിക്കും CPM-നുമെതിരെ ശക്തമായ വിമർശനം ഉന്നയിക്കാൻ പോകുന്നു എന്ന കാര്യം ഉറപ്പാണ്. ഇപ്പോൾ മുതലക്കുളത്ത് അങ്ങനെ തന്നെയായിരിക്കുമല്ലോ സംഭവിക്കാൻ പോകുന്നത്. ഇതിലൊരു പ്രത്യേക കേസ് എടുത്ത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കാൻ പോകുന്നത് എന്നാണ്. മാമി കേസ് അന്വേഷണം അത് വഴിമുട്ടിയിരിക്കുകയാണ്. ADGP MR അജിത് കുമാറിന് പങ്കുണ്ട് മാമിയെ കാണാതായതിൽ, മുഹമ്മദ് ആട്ടൂരിനെ കാണാതായതിൽ എന്നുള്ളതാണല്ലോ ആരോപണം വരുന്നത്. അവിടെ ഒരു ആക്ഷൻ കൗൺസിലൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടേതായിട്ടുള്ള ഒരു സമ്മേളനത്തിലാണ് അൻവർ ഇപ്പോൾ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ പൊതുയോഗം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആളുകളുടെ പ്രതികരണം വന്നത് അൻവർ എന്താണ് പറയുന്നത് എന്നറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് എന്നാണ്. അതിൽ CPM-ന്റെ അനുഭാവികളുമുണ്ട്. അവർ പറയുന്നു ഞങ്ങൾ CPM-ന്റെ അനുഭാവികളാണ്, അടുത്തിടം വരെ പാർട്ടി അംഗങ്ങളായ ആളുകൾ അതിനകത്തുണ്ട്. അവർ പറയുന്ന കാര്യമാണ്. പാർട്ടിക്കാർ മാത്രമല്ല മറ്റു പാർട്ടികളിൽ നിന്നുള്ളവരും അവിടെ വന്നിട്ടുണ്ട്. അവരവരുടെ രാഷ്ട്രീയം തന്നെ തുറന്നു പറയുന്നുമുണ്ട് പല ആളുകളുമായി സംസാരിച്ചപ്പോൾ. അപ്പോൾ അൻവർ ഇതിലൊക്കെ ഒരു രാഷ്ട്രീയ വിജയം നേടുന്നുണ്ടോ പാർട്ടിക്കെതിരെ? അതോ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നവർ, പാർട്ടിയുടെ അനുഭാവികളാണെങ്കിലും പാർട്ടിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കുന്നവർക്കുണ്ടാകുന്ന ഒരു സ്വാഭാവികമായ ഒരു അന്ത്യം, അതിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? കുറച്ചുനാൾ ഇങ്ങനെയൊക്കെ സംസാരിച്ച് നടക്കും, പിന്നെ അങ്ങോട്ട് ദുർബലമായി പോകും, ഇങ്ങനെയാണോ? മഞ്ജുഷ്, നമ്മൾ നിലവിലത്തെ ഒരു സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് സർക്കാരിനെതിരെ അൻവർ ഉന്നയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അഴിച്ചുവിട്ടിരിക്കുന്ന ഒരു കൊടുങ്കാറ്റുണ്ട്. അപ്പോൾ അതിൽ പല കാര്യങ്ങളിലും വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടത് സർക്കാരാണ്, ചിലതിൽ പാർട്ടിയാണ്, മറ്റു ചില കാര്യങ്ങളിൽ ശ്രീ അൻവർ തന്നെയാണ്. കാരണം ഇതിൽ പറയുന്നതിൽ ഒരു ക്ലാരിറ്റി കുറവ് എന്ന് പറയുന്നത് രണ്ട് ഭാഗത്തു നിന്നും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇനി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മുൻപ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള തെളിവുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടോ, അത് നൽകാനായിട്ട് അദ്ദേഹം തയ്യാറാകുമോ, പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ എല്ലാ ആൾക്കാർക്കും, അത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആൾക്കാർക്കും അതിലൊരു താല്പര്യമുണ്ട്. മാധ്യമങ്ങൾ പോലും നമ്മൾ ഇന്നലെ കണ്ടതാണ്, പ്രൈം ടൈം ഡിബേറ്റുകളൊക്കെ തന്നെ മിക്കവാറും ആൾക്കാരെല്ലാവരും തന്നെ ഒഴിവാക്കിയിട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം അവിടെ സംപ്രേഷണം ചെയ്തു. അത് ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിലൊരു പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അത് ഒരുപക്ഷെ കേൾക്കുന്നതിനായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മലയാളികൾക്ക് വലിയ താല്പര്യമുണ്ട് എന്നതുകൊണ്ടാണ്. അത് നിലവിലുള്ള ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് മാത്രമാണ്. പക്ഷെ അത് എത്രമാത്രം നീട്ടിക്കൊണ്ടുപോയി, എത്രമാത്രം ഇത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ അൻവറിന് സാധിക്കും എന്നുള്ളത് പ്രസക്തമായ ഒരു കാര്യമാണല്ലോ. കൂടുതൽ തെളിവുകൾ അൻവർ പുറത്തുവിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെറുതെ ആണെന്നുള്ള ഒരു തോന്നലുണ്ടാവുകയാണെങ്കിൽ പൊതുവെ അൻവറിലുള്ള താല്പര്യം പോകുമല്ലോ. പക്ഷേ അവിടെയും അൻവർ ഉന്നയിച്ച ഈ കാര്യങ്ങളിൽ പലതിൻ്റെയും ഗൗരവം അത് അതിൻ്റെതായ രീതിയിൽ പാർട്ടിയെ തിരിഞ്ഞു കൊത്തുന്നില്ലേ? എത്രമാത്രം കാര്യങ്ങൾ വിശദീകരിച്ചാൽ പോലും. ഇന്ന് പാലോളി മുഹമ്മദ് കുട്ടി ചില വിശദീകരണങ്ങൾ നൽകുകയുണ്ടായി. TP രാമകൃഷ്ണൻ ഇന്ന് സംസാരിച്ചു. മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ മറ്റൊരു തലത്തിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ പാർട്ടിക്ക് അത്ര കണ്ട് പ്രതിരോധിക്കാൻ പറ്റുന്നുണ്ടോ? പൊതുവെ നോക്കുമ്പോൾ അൻവർ ദുർബലനായി മാറിയാൽ പോലും പാർട്ടിക്ക് ഒരു കളങ്കമായി തന്നെ ഈ ആരോപണങ്ങൾ നിൽക്കുകയില്ലേ? അല്ല, അതൊരു ട്രിക്കി സിറ്റുവേഷൻ ആണ് CPM-നെ സംബന്ധിച്ചിടത്തോളം. അല്പം മുമ്പ് ശ്രീ ബലദേവ് പറഞ്ഞതുപോലെ അൻവർ ഉന്നയിച്ചിരിക്കുന്ന ഒരു സർക്കാർ അന്വേഷിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന്റെ കാര്യത്തിൽ ആൾക്കാർക്ക് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ഒരു അന്വേഷണം അവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പൊ അത് ആരോപണം ഉന്നയിച്ചിരിക്കുന്ന അൻവറിനെ അത് തൃപ്തിപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അദ്ദേഹം തന്നെ ഇന്നലെ പ്രസംഗിക്കുമ്പോൾ പറയുന്നത് സന്തോഷമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അങ്ങനെയല്ല, ആശ്വാസമുണ്ട് എന്ന രീതിയിലാണ് അദ്ദേഹം ഈ അന്വേഷണങ്ങളോട് അല്ലെങ്കിൽ അതിന്റെ പ്രഖ്യാപനത്തിനോട് പ്രതികരിച്ചത് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ട് ഇതിനെ ചെറുക്കുന്നതിന് നിലവിൽ അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ മുഖ്യമന്ത്രി ആദ്യം ഒരു പത്രസമ്മേളനം നടത്തി, അതിനുശേഷം കുറച്ചുകൂടി കടുപ്പിച്ചുകൊണ്ടാണ് ശ്രീ അൻവർ പിന്നീട് പത്രസമ്മേളനം നടത്തുന്നതാണെങ്കിലും അദ്ദേഹം അതേപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പൊതുചടങ്ങിൽ പങ്കെടുക്കുന്നതാണെങ്കിലും ഇന്ന് മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ അദ്ദേഹം പറയുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയമായി കൂടി ഇതിനെ നേരിടേണ്ടതായിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന ആൾക്കാരുടെ ആരുടെയും പ്രതികരണം അത്ര തൃപ്തമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മുഖ്യമന്ത്രി ആയിക്കോട്ടെ, ശ്രീ MV ഗോവിന്ദൻ ആയിക്കോട്ടെ, ആരും അദ്ദേഹം പറയുന്ന കാര്യത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണോ അതിനൊരു പോയിന്റ് ബൈ പോയിന്റ് റിബട്ടൽ നൽകേണ്ടത് ആ രീതിയിലത്തേക്ക് അവർ വന്നിട്ടില്ല. നേരെ മറിച്ച് ശ്രീ അൻവർ ഇവിടെ ശ്രമിക്കുന്നത്
പല കാര്യങ്ങൾക്കാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ ഈ പറയുന്നത് പോലെ ഇന്നലെ ഉണ്ടായിരുന്ന ഒരു ജനക്കൂട്ടം അദ്ദേഹം ഈ പറയുന്ന ഏറ്റവും അവസാനത്തെ ഒരു യോഗം നടക്കുമ്പോഴും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ പുതിയ വെളിപ്പെടുത്തലുകൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഓരോന്നിലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അതല്ല എങ്കിൽ പുതിയ വിഷയങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പൊ ഇന്ന് ഒരു പ്രസ്താവന നമ്മൾ കണ്ടു, മുഖ്യമന്ത്രിക്ക് തലയ്ക്ക് വെളിവില്ല എന്ന്. അപ്പോൾ അത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ തന്നെ വളരെ അപക്വമാണ് എങ്കിൽ പോലും അത് പറയുമ്പോൾ അതിലൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ആൾക്കാർക്ക് ഉണ്ടാകാം, ഒരു ന്യൂസ് വാല്യൂ ഉണ്ടാകാം. അങ്ങനെ പല കാര്യങ്ങളും ഇനി ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് അന്ത്യം വരെ അദ്ദേഹത്തിന് അത് പിടിച്ചു നിൽക്കാനായിട്ട് ശരി. അല്ലെങ്കിൽ ഒരു ആവർത്തന വിരസത എന്നുള്ള കാര്യം എക്കാര്യത്തിൽ ഉണ്ടാകും. അതിലേക്ക് അൻവർ പോകുമോ എന്നുള്ളതാണ്. ഇപ്പോൾ തെളിവുകൾ ഇല്ല എങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറയുന്നുവെന്ന്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ഷാഫി ചാലിയം, ഇന്ന് മുസ്ലിം ലീഗിന് താല്പര്യമുള്ള വിഷയം, മുസ്ലിം ലീഗ് അത് ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ വിശദീകരണമാണല്ലോ. മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് സർക്കാരും RSSുമായിട്ട് ഒരു ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ CPMും RSSും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന രീതിയിലുള്ള പ്രചാരണം വരുന്നു എന്നതിന് ഉദാഹരണമായി കാണിക്കുന്ന ചില പ്രസ്താവനകളാണ്. അതിൽ മുഖ്യമന്ത്രി പറയുന്നത് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് പിടിച്ചെടുത്ത ഹവാല പണത്തിൻ്റെയും അതുപോലെ തന്നെ സ്വർണത്തിൻ്റെയും കണക്കുകളാണ്. 150 കിലോ സ്വർണവും 123 കോടിയുടെ ഹവാല പണവും അവിടെ നിന്ന് സ്റ്റേറ്റ് പോലീസ്, മലപ്പുറം ജില്ലയിൽ നിന്ന് സ്റ്റേറ്റ് പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കേരളത്തിലേക്ക് വരുന്നത് എന്തിനു വേണ്ടിയാണ്? അത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും സംസ്ഥാന വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയാണ് എന്നതാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. ഈ കാരണം കൊണ്ടാണ്, ഇതുകൊണ്ടാണ് CPM RSS ബന്ധം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രചാരണം നടത്തുന്നത് എന്ന്. എന്താണ് മുസ്ലിം ലീഗ് ഇതിൽ കാണുന്ന പ്രശ്നം? എന്താണ് നിങ്ങൾ കാണുന്ന മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആയുധം? ശ്രീ ഷാഫി ചാലി ഒന്ന് അൺമ്യൂട്ട് ചെയ്യുമോ? ശ്രീ ഷാഫി കേട്ടോ? കേൾക്കാവോ? ഇപ്പം എന്നെ കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ. അത്യന്തം ഹീനവും അപകടവും നിറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്ന് ഹിന്ദു ദിനപത്രത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ പേരിൽ അച്ചടിച്ചു വന്നത്. എന്ത് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത്തരത്തിൽ അങ്ങേയറ്റം എന്താ പറയാ, ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ വരെ സംഘപരിവാറിന് വലിയ ആക്ഷേപം ഈ സ്റ്റേറ്റിനെ കുറിച്ചും മലപ്പുറം ജില്ലയെക്കുറിച്ചും ഉണ്ടാക്കാൻ ഉപരിക്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്ത് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞത്? എന്താണ് ഇത് സംബന്ധമായി മുഖ്യമന്ത്രിയുടെ കയ്യിലുള്ള ഡാറ്റ? ഇത് എത്രയോ കാലം സംഘപരിവാരം കൂട്ടരും പറഞ്ഞു നടക്കുന്ന ഒരു ആക്ഷേപമാണിത്. ഇത് ഇന്ന് മുഖ്യമന്ത്രി തന്നെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? മുഖ്യമന്ത്രിയും RSSും തമ്മിലുള്ള ഒരു നെക്സസ് ആണ് പച്ചക്കെന്ന് പുറത്തു വന്നിരിക്കുന്നത്. എന്ത് അടിസ്ഥാനത്തിലാണ് ഈ കണക്ക്? എന്ത് ദേശദ്രോഹ പ്രവർത്തനങ്ങളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മലപ്പുറം ജില്ലയിൽ? ഒന്ന് കാണിക്കട്ടെ മുഖ്യമന്ത്രി ഉദാഹരണത്തിന്. അല്ല ശ്രീ ഷാഫി ചാലി, അപ്പോൾ സ്വർണ്ണക്കടത്ത് പിടിക്കുന്നില്ല എന്നാണോ മുഖ്യമന്ത്രി പറഞ്ഞ ഈ പ്രസ്താവന? തെറ്റാണെന്നാണോ? സ്വർണ്ണക്കടത്തും അതുപോലെ തന്നെ ഹവാല പണവും ഇത് രണ്ടും പിടിക്കുന്നില്ല എന്നാണോ? മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ ഇന്നും അദ്ദേഹം പറഞ്ഞു, അൻവർ ഉന്നയിച്ച പല കാര്യങ്ങളും ഞങ്ങൾ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, അതിലൊന്നും ആർക്കും ഒരു വിലയും ഇല്ലായിരുന്നുവെന്ന്. അപ്പോൾ അതിൽ ഈ കാര്യങ്ങൾ ഉൾപ്പെടുന്നില്ലേ, ഈ ഹവാല പണവും സ്വർണ്ണക്കടത്തും? അല്ല, ഈ ഹവാല ഇടപാട് എന്താണെന്നുള്ളത് ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയാണ്. പത്രം വായിക്കുന്നവൻ, TV വാർത്ത വായിക്കുന്നവൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് മലപ്പുറത്ത് ഈ ഹവാല കേസ്. അതിന്റെ അടിസ്ഥാനപരമായ അത്തരം ആരോപണം ഉന്നയിക്കാനുള്ള അതിന്റെ എന്ത് സർക്കാരിന്റെ അടുത്ത്, പോലീസിന്റെ അടുത്ത് നിന്ന് എന്താണ് അതിനുള്ള മെറ്റീരിയൽ എന്നുള്ളത് മുഖ്യമന്ത്രിന്റെ കൂടുതൽ വ്യക്തമാക്കണം. പിന്നെ സ്വർണം കടത്തി എന്ന വിഷയത്തിൽ ഇന്ന് പരക്കെ കേരളത്തിൽ നടക്കുന്ന ചർച്ച നമുക്കറിയല്ലോ. എങ്ങനെയാണ് സ്വർണം വരുന്നത്? സ്വർണം വന്നാൽ അത് കസ്റ്റംസ് ആണ് പിടിക്കേണ്ടത്. കസ്റ്റംസിന്റെ കണ്ണു വെട്ടിക്കുന്നു. ഇനി കസ്റ്റംസിന്റെ പിന്തുണയിലാണ് ഇത് നടക്കുന്നതെന്നാണ് അൻവർ അടക്കമുള്ള ഒരു ആക്ഷേപം. ഇനി കസ്റ്റംസിന് അത് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് കൂട്ടുക. എയർപോർട്ടിന്റെ പുറത്തേക്ക് ഈ കേരിയർമാർ എത്തിക്കഴിഞ്ഞാൽ ഉടനെ എയർപോർട്ടിന്റെ പരിസരത്തിട്ട് പോലീസ് പിടിക്കുന്നു. പോലീസിന് എവിടെ നിന്ന് ഈ വിവരം കിട്ടുന്നു? പിടിക്കുന്നതിൽ നമുക്ക് ആർക്കും കുഴപ്പമില്ല. അങ്ങനെ പിടിച്ചാൽ എന്താ ചെയ്യേണ്ടത്? ഈ രാജ്യത്തെ ലോ എന്താണ്? അങ്ങനെ എയർപോർട്ടിന്റെ പരിസരത്ത് നിന്നും വിദേശത്ത് നിന്നും യാത്രികനായി വരുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് സ്വർണം പിടിച്ചാൽ എത്രയും പെട്ടെന്ന് അത് കസ്റ്റംസിനെ ഏൽപ്പിക്കുക എന്നതാണ് നിയമം. ആ നിയമം ഇവിടെ കാറ്റിൽ പറത്തുന്നു. എന്നിട്ട് 102 CRPC വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് കളവ് മുതൽ, എവിടുന്നോ തെഫ്റ്റ് നടത്തി കൊണ്ടുവന്ന കളവ് മുതൽ പിടിക്കുന്നത് പോലെയാണ് ഇത് ചാർജ് ചെയ്യുന്നത്. അതെങ്ങനെ ചാർജ് ചെയ്യുക? ഇത് കളവ് മുതലാണോ?
കട്ടിട്ട് വരുന്നതാണോ? അല്ലല്ലോ. ഇത് സർക്കാരിന്റെ അടുത്ത് നിന്ന് നിശ്ചിത അളവിൽ സ്വർണം കൊണ്ടുവരാം. അതിനപ്പുറത്തേക്ക് സ്വർണം ഉണ്ടെങ്കിൽ അതിന് ടാക്സ് കെട്ടണം. ഈ ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. അങ്ങനെ വന്നാൽ ഒരു ടാക്സ് വെട്ടിച്ച കേസാണ്. അത് കസ്റ്റംസ് ലോ പ്രകാരം എടുക്കേണ്ടത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നേരെ തല കുത്തനെയാണ് സംഭവിക്കുന്നത്. എന്നിട്ട് ആ ക്രൈം റൈറ്റുകൾ ഉയർത്തുന്നു. ഈ സ്വർണം എന്ത് ചെയ്യുന്നു? ഒരു തട്ടാന്റെ അടുത്ത് കൊണ്ടുപോയി ഒരുക്കുന്നു. എന്തിനാ തട്ടാൻ? നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI വളരെ കൃത്യമായി ഇന്ത്യയിൽ 60ഓളം ഈ ഹോൾ മാർക്കിംഗ് സെന്ററുകൾ തുടങ്ങിയിട്ടുണ്ട്. അതിൽ 2 കേരളമുണ്ട്. അത് എന്തിനു വേണ്ടിയാ? അവിടെയാണ് കൊടുക്കേണ്ടത്. അവിടെ കൊടുക്കാതെ കുണ്ടോട്ടിയുള്ള ഒരു ഉണ്ണി എന്ന ഒരു ഗോൾഡ് സ്മിത്തിന്റെ അടുത്ത് കൊടുക്കുന്നു എന്ന് അദ്ദേഹം ഒരുക്കുന്നു. എന്നിട്ട് ഇവിടെ എന്താ ഏറ്റവും പുറത്തേക്ക് വന്നത്? കൊണ്ടുവരുന്ന സ്വർണം, പിടിക്കപ്പെടുന്ന സ്വർണത്തിന്റെ 10% 20% മാത്രമേ കോടതിയിൽ എത്തുന്നുള്ളൂ. അവിടെയാണ് ഈ അൻവർ ആര് എന്നല്ല, അൻവർ ഉയർത്തിവിട്ട വിഷയത്തിന്റെ ഒരു മറുപടി ഉണ്ട്. ആ മറുപടി ആരും തരുന്നില്ല. ആ മറുപടി നിങ്ങൾക്ക് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ഇത്, അല്ലേ ഷാഫി? അൻവറെ നിങ്ങൾക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ, അതിൽ സംശയമില്ലല്ലോ. അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ ഗൗരവമുള്ളതാണ്. അതിന് മുഖ്യമന്ത്രി ഈ രീതിയിലുള്ള മറുപടി പറഞ്ഞാൽ പോരാ. അതാണ് നിങ്ങൾ പറയുന്നത് മലപ്പുറത്തെ അവഹേളിക്കുന്നു മുഖ്യമന്ത്രി എന്ന്. അതെ മഞ്ജുഷേ, അൻവറുമായി ഞങ്ങൾക്ക് പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് അഭിപ്രായ വ്യത്യാസമുള്ള സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേ സമയത്ത് അൻവർ ഉയർത്തിയ ഈ വിഷയങ്ങളിലെ മറുപടിയാണ് കിട്ടേണ്ടത്. അതിന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മഹത്വം പറഞ്ഞാൽ അൻവർ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി ആവുമോ? ഇവിടെ ആരാണ്? കസ്റ്റംസും പോലീസും തമ്മിൽ ഒരു നെക്സസ് ഉണ്ട്. അത് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിലുള്ള നെക്സസ് ആണ്. അത് പിണറായി വിജയനും RSS തമ്മിലുള്ള നെക്സസ് ആണെന്നാണ് നമുക്ക് ബോധ്യമാണ്. ഇന്ന് നോക്കൂ, ശോഭാ സുരേന്ദ്രൻ എന്ന BJP നേതാവ് പറഞ്ഞെന്താ? ഇവിടുത്തെ മയക്കുമരുന്ന് മാഫിയ, ഹവാല മാഫിയ, അങ്ങനെ വലിയൊരു സെറ്റ് ഉണ്ടായിരുന്നു കേരളത്തിൽ. ആ സെറ്റിൽ ആരൊക്കെ ഉണ്ട്? ഈ കേരളത്തിലെ ഈ പോലീസും അതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസും അൻവറും ഒക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ മുതൽ ഓരി വെക്കുന്നതിലുള്ള അഭിപ്രായ ഭിന്നത കൊണ്ട് അൻവർ പുറത്തു ചാടി. അപ്പൊ അൻവർ പുറത്തു ചാടിയാൽ ആ ടീം അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ നിൽക്കുന്ന ടീമിൽ ആരൊക്കെ ഉണ്ട്? ADGP ഉണ്ട്, മുഖ്യമന്ത്രി ഉണ്ട്, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ട്. ആ മയക്കുമരുന്ന് ഹവാല മാഫിയയിൽ പെടുന്ന ഈ ഉദ്യോഗസ്ഥൻ, ഈ ADGP എന്തിനാണ് RSSനെ പോയി കാണുന്നത്? അതെന്താ BJPക്കാർക്ക് പറയാനുള്ളത്? മാത്രമല്ല, മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ അൻവറിനെ തള്ളിപ്പറയുകയും ഈ പറഞ്ഞ ADGP അടക്കമുള്ള ഇവർ ഈ മാഫിയ എന്ന് ശോഭാ സുരേന്ദ്രൻ സൂചിപ്പിച്ച ഈ ടീമിനെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് നിലപാടെടുത്തപ്പോൾ അതിനെ സ്വാഗതം ചെയ്യാനാണ് RV ബാബു വന്നത്. മുഖ്യമന്ത്രിയുടെ നിലപാട് വളരെ നന്നായി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഞങ്ങൾ ഒരിക്കലും പിണറായി വിജയനെ വർഗീയവാദി എന്ന് വിളിച്ചിട്ടില്ല. പിണറായി വിജയനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വർഗീയ പാർട്ടിയാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ, സംഘപരിവാറിന്റെ മുമ്പിൽ നമ്രശിരസ്കരായി നിൽക്കുകയാണ്. അത്രമാത്രം കേസുകൾ അദ്ദേഹത്തിനെതിരെ വരും. അദ്ദേഹത്തിന് പോയി ജയിലിൽ കിടക്കാതിരിക്കാൻ, കെജ്രിവാളിന്റെ അനുഭവം ഇല്ലാതിരിക്കാൻ, ഷിബു സോറന്റെ അനുഭവം ഇല്ലാതിരിക്കാൻ അദ്ദേഹം അങ്ങേയറ്റം ഇവർക്ക് വിധേയമാകുന്നു. ഇവർക്ക് വേണ്ടിയുള്ള ഒരു പ്രസ്താവന ഇന്ന് നടത്തിയത്. കോഴിക്കോട്ട് എയർപോർട്ടിന്റെ പേരെന്നെ മാറ്റി മലപ്പുറം എയർപോർട്ട് എന്നാ പറയുന്നത്. ഈ മലപ്പുറം എന്ന് എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യണത്? ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. മലപ്പുറം ജില്ലാ സെക്രട്ടറി ഉണ്ടല്ലോ മോഹൻദാസ്, CPMന്റെ, അദ്ദേഹത്തിന്റെ മതേതര പ്രതിബദ്ധത ഒക്കെ അൻവർ ചോദ്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മതേതര പ്രതിബദ്ധത തെളിയിക്കാനുള്ള ഒരു അവസരം അത്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പറഞ്ഞ ഇതേ അഭിപ്രായം ഉണ്ടോ? മലപ്പുറം ജില്ലയിൽ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം നടക്കുന്നുണ്ടോ? അവാല ഇടപാട് നടക്കുന്നുണ്ടോ? ഇത്രമാത്രം രാജ്യദ്രോഹ നടപടികൾ നടക്കുന്ന സ്ഥലമാണ് മലപ്പുറം. ശരി ഷാഫി, നിങ്ങൾ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം അതാണ്. അതായത് മുഖ്യമന്ത്രി ഈ മറുപടി നൽകുന്നത് വഴി മലപ്പുറത്തെ അവഹേളിക്കുകയാണ് എന്ന് ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ. ഇന്നാണ് ലീഗ് ഇത്തരമൊരു ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഷാഫിയുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ അൻവർ പറയുന്ന കാര്യങ്ങൾ ഗൗരവമുള്ളതാണ് എന്ന് ഷാഫി പറയുന്നുണ്ട്. അൻവറിനെ പൂർണ്ണമായിട്ടും അവർ ഓൺ ചെയ്യുന്നുമില്ല. ലീഗ് അങ്ങനെയാണല്ലോ, അതിൽ അവർ ഒരു രാഷ്ട്രീയമായ ഒരു അകൽച്ച തീർച്ചയായിട്ടും അൻവറിനോട് കാണിക്കും. അവർക്ക് പൂർണ്ണമായിട്ടും ഓൺ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിൽ അൻവർ ഉന്നയിച്ച കാര്യങ്ങളുടെ പ്രസക്തി കുറഞ്ഞു പോയിട്ടില്ല എന്ന് അവർ പറയുന്നുമുണ്ട്. അതിൽ മുഖ്യമന്ത്രി പറഞ്ഞ ഈ കാര്യമുണ്ട്, ഈ സ്വർണ്ണക്കടത്തും അതുപോലെ തന്നെ ഹവാല പണവും. അതിന് തെളിവ് വേണമെന്നാണ് ലീഗ് ചോദിക്കുന്നത്. എങ്ങനെയാണ് താങ്കളുടെ മറുപടി? അൻവറിന്റെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്, അൻവറിനെ ആരൊക്കെയോ ഇടതുപക്ഷ മുന്നണിക്കെതിരെ ചില പിന്തിരിപ്പൻ ശക്തികളോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെ എതിർക്കുന്ന രാഷ്ട്രീയ പ്രതിലോഭ ശക്തികളോ അൻവറിന് പിൻബലം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ. പിന്നെ ബഹുമാനപ്പെട്ട ഷാഫി ചാലിയം പറഞ്ഞേ, ഒരിക്കലും മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയോ അല്ലെങ്കിൽ അതിനകത്തൊരു വർഗീയ പരിവേഷം വരുമല്ലോ.
അങ്ങനെ കാര്യം മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു ജില്ലയാണ് അവിടെ. അങ്ങനെ ഒരിക്കലും മുഖ്യമന്ത്രി ആ ഒരു അർത്ഥത്തിലല്ല പറഞ്ഞത്. കരിപ്പൂർ എയർപോർട്ട് കേന്ദ്രീകരിച്ച് കേരളത്തിലുള്ള മറ്റു ഇന്റർനാഷണൽ എയർപോർട്ടുമായിട്ട് നോക്കുമ്പോൾ തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടാണ്, കൊച്ചിയിലുണ്ട്. അത് നമ്മളത് നോക്കുമ്പോൾ അവിടെ കൂടുതൽ കേസുകൾ പിടിക്കപ്പെടുന്നുണ്ട്, ലഹരി മരുന്ന് പിടിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും സ്വർണ്ണവേട്ട ഏറ്റവും കൂടുതൽ പിടിച്ചിരിക്കുന്നത് കരിപ്പൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട്. അപ്പൊ ആ കരിപ്പൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നുണ്ട്, ഹവാല ഇടപാടുകൾ നടക്കുന്നുണ്ട് എന്ന അർത്ഥത്തിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അല്ലെ അതൊരു പ്രത്യേകിച്ചുള്ള ഒരു മതവിഭാഗത്തെയോ ഏതെങ്കിലും മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കാനോ അങ്ങനെയല്ല. അങ്ങനെ ഒരിക്കലും അത് ഇടതുപക്ഷത്തിന്റെ ഒരു കാഴ്ചപ്പാടേ അല്ല. ഇടതുപക്ഷം ഒരിക്കലും എന്നും നമുക്കത് അറിയാമല്ലോ, അദ്ദേഹത്തിന് തന്നെ അറിയാം. ഇപ്പൊ CAA പ്രശ്നമായാലും മറ്റു രീതിയിലുള്ള കാര്യങ്ങൾ, ഇസ്രായേൽ പ്രശ്നമായാലും, ഈ പ്രശ്നങ്ങളിലെല്ലാം മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഏറ്റവും മുന്നിൽ നിന്നുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്, ദേശീയ തലത്തിൽ ശക്തമായിട്ട് നിന്നുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും വിശേഷിച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ സംയുക്തമായിട്ട് നിൽക്കുന്ന ഒരു ജില്ലയിൽ അവർക്കെതിരെ ആക്രമിക്കാനില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ വാക്കുകളെങ്കിലേ ഞാനത് നല്ലതുപോലെ വായിച്ചതാണ്. അദ്ദേഹം ഉദ്ദേശിച്ചത് കരിപ്പൂർ എയർപോർട്ട് കേന്ദ്രീകരിച്ച് ഹവാല ഇടപാടുകൾ നടക്കുന്നു, ആ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഏതാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും അത് സംസാരിച്ചവര് കരിപ്പൂർ എയർപോർട്ട് എന്ന് പറയുമ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയാണ്, മലപ്പുറവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ അത് സംസാരിച്ചവർ ഈ പറഞ്ഞ ജില്ലകളിൽ മുസ്ലിം ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് പ്രധാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി ടാർഗറ്റ് ചെയ്തത് മുസ്ലിങ്ങളെയാണ്. അൻവർ മുസ്ലിം വർഗീയത വളർത്തുന്നു. അതിനകത്തൊരു പരിധിവരെ അദ്ദേഹം ഇന്നലെ തന്നെ പ്രസംഗം തുടങ്ങിയത് എങ്ങനെയാണ്, ഇന്നലെ തുടങ്ങുന്നത് എങ്ങനെയാണ്, എന്റെ പേര് അൻവർ, അതുകൊണ്ട് തന്നെ ഞാൻ മുസ്ലിം വർഗീയവാദിയാണെന്ന് പറഞ്ഞു. ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞത് ഇടതുപക്ഷത്തെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന അഡ്വക്കേറ്റ് ജയശങ്കർ ആണ് പറഞ്ഞത് അൻവർ മുസ്ലിം വർഗീയവാദിയാണ്. ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ വിമർശനം നിങ്ങൾക്കറിയാമല്ലോ. ആ ജയശങ്കർ അവരും ആഘാതം ഉണ്ടായ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ടോ അൻവർ വർഗീയവാദിയാണെന്ന്? അന്നും ഞങ്ങൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, അൻവർ എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചോ ആരോപണങ്ങൾക്കെല്ലാം ശക്തമായ മറുപടിയുണ്ട്, അതെല്ലാം അന്വേഷിക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അന്നേ സംശയമുണ്ടായിരുന്നു, ഇത്രയും ശക്തമായിട്ട് അൻവർ രംഗത്ത് വരണമെന്നുണ്ടെങ്കിൽ പണ്ട് എം വി രാഘവൻ വന്നപ്പോഴും ഗൗരിയം വന്നപ്പോഴില്ല UDF ഉണ്ടായിരുന്നു അതിന് മേൽ, കോൺഗ്രസ് ശക്തമായിട്ട് അവർക്ക് പിന്തുണ കൊടുത്തു, ലക്ഷക്കണക്കിന് ആൾക്കാരുമായിട്ട് പ്രകടനം നടത്തി. ഇപ്പം ശരിയാണ്, ഇന്നലെ ഞാനും കണ്ടു അൻവറിന്റെ പ്രസംഗവേദിയിൽ ആയിരക്കണക്കിന് ആൾക്കാർ തടിച്ചുകൂടി. ഇത് നമ്മൾ പുതിയൊരു ട്യൂബ് കത്തിച്ചിടുന്ന പോലെയേ ഉള്ളൂ. കൊച്ചു ബൾബിന്റെ വെട്ടത്തിൽ നിന്ന് വേറെ ബൾബിന്റെ വെട്ടത്തിലേക്ക് ഈയാമ്പാറ്റകൾ പോകും. കുറച്ച് ദിവസം കഴിഞ്ഞ് ഇന്നത്തെ യോഗത്തിന് അത്രയും ആളില്ല, ഇത് ദിവസം കഴിയുന്തോറും ഇത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. താൽക്കാലികമായി കുറെ ആൾക്കാർ ഒത്തുകൂടും. അത് ഇടതുപക്ഷ വിരുദ്ധര് മാത്രമല്ല, ഇന്നലെ അവിടെ കൂടിയതിനകത്ത് വേദിയിൽ ഇരുന്നുകൊണ്ട് തന്നെ പറയുന്നു, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല കോൺഗ്രസ്സുകാരുണ്ട്, മുസ്ലിമിന്റെ ആളുണ്ടെന്ന് ആ വേദിയിൽ ഇരിക്കുന്നവർ പറയുന്നു. അപ്പോൾ സ്വാഗതം പറഞ്ഞ CPM-ന്റെ ഒരു മുൻകാല നേതാവ് പറഞ്ഞു, ശരിയാണ്, ഇവിടെ സഖാക്കൾ മാത്രമല്ല കോൺഗ്രസ്സുകാരുണ്ട്, മുസ്ലിം ലീഗിന്റെ ആൾക്കാരുണ്ട് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ പിന്നിൽ ഇടതുപക്ഷത്തിനെതിരെ ഉപയോഗിക്കാനായിട്ട് വിശേഷിച്ച് മലപ്പുറം മേഖലയിൽ ഇടതുപക്ഷത്തിന് ശക്തമായി നിൽക്കുന്ന 2-3 സ്വതന്ത്ര MLA-മാരാണ് KT ജില്ലയിലും ഒക്കെ. അപ്പൊ ഇവരെ കൂടെ അതിൽ നിന്ന് മാറ്റിയെടുത്ത് അതിന് വർഗീയത ഉപയോഗിക്കുകയോ മറ്റു കാര്യങ്ങൾ പറയും, ഞങ്ങൾ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞ് ആ മലപ്പുറത്തുള്ള മുസ്ലിങ്ങൾ, ഇടതുപക്ഷത്തിൽ അടിയുറച്ചു നിൽക്കുന്ന കുറെ അധികം മുസ്ലിങ്ങൾ അവിടെ ഉണ്ട്, അവരെയൊക്കെ ഞങ്ങളിൽ നിന്ന് മാറ്റുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ്. ഒരിക്കലും മുഖ്യമന്ത്രി പറഞ്ഞതിനകത്ത് നല്ലതുപോലെ വായിച്ചു നോക്കുക പത്രത്തിൽ. ശരി ശരി അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ. ശ്രീ പണിക്കർ, ഇന്ന് അതൊരു പുതിയ വിഷയമായിട്ട് മുസ്ലിം ലീഗ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. താങ്കളും വായിച്ചു കാണുമല്ലോ മുഖ്യമന്ത്രിയുടെ ആ പ്രസ്താവന. പിന്നെ ബൽദേവ് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഒരു താൽക്കാലിക പ്രതിഭാസമാണ് PV അൻവറിൻ്റെതെന്ന്. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് ഒരു കാര്യമുള്ളത്, ഇപ്പോൾ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ആളുകളും കോൺഗ്രസ്സുകാരും ലീഗുകാരും ഒക്കെ ഈ സമ്മേളനങ്ങളിൽ വരുന്നുണ്ടാവും. ചിലപ്പോൾ അവർ ഒരു താല്പര്യത്തിന് പുറത്ത് എന്താണ് സംസാരിക്കുന്നത് എന്നറിയാൻ ഇതൊക്കെ അതിനകത്തുണ്ട്. പക്ഷേ എന്നാലും ബലദേവ് ഒരു കാര്യം എന്ന് പറയുന്നത്, അൻവർ ഉയർത്തിയ കാര്യങ്ങളുടെ ഗൗരവം അറിയാവുന്നത് കൊണ്ട് തന്നെയാണല്ലോ ഇത്രയും ആളുകൾ വരുന്നത്. വെളിയിൽ അങ്ങോട്ട് വരാത്ത ലക്ഷക്കണക്കിന് ആളുകൾ വേറെയുമുണ്ട്. അതാണ് പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാക്കുന്ന ഘടകങ്ങൾ. പിന്നെ ശ്രീജിത്തിനോട് ചോദ്യം. ശ്രീജിത്ത്, ഇക്കാര്യത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ അതിലെന്തെങ്കിലും കാര്യങ്ങൾ ഈ ലീഗ് പറയുന്നത് പോലെ വാസ്തവമുണ്ടോ? മുഖ്യമന്ത്രി പറയുന്നത് അത് സർക്കാരിൻ്റെ ഒരു കണക്കായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അല്ല, തീർച്ചയായിട്ടും. നോക്കൂ, അതിൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന്, കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. അപ്പോൾ അദ്ദേഹം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തുള്ള ഒരു ജില്ലയെ മോശമായി കാണിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ബെനിഫിറ്റ് രാഷ്ട്രീയമായിട്ടോ അല്ലാതെയോ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഈ അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മളതൊരു RSS ബന്ധമെന്ന രീതിയിലത്തേക്ക് പറയുക എന്ന് പറയുന്നത് അപക്വമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സമീപനമാണ്. വളരെ വ്യക്തമായിട്ട് അക്കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിനെ ഒരു ആരോപണമായിട്ട് ഉയർത്തുക എന്നതിനപ്പുറത്തേക്ക് അത് ഒരു തെറ്റായിട്ടുള്ള ഒരു സമീപനമാണെന്നുള്ളതാണ് എനിക്ക് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. 2, മുസ്ലിം ലീഗ് പറയുന്ന ഈ ഒരു ആരോപണം എന്ന് പറയുന്നത്, ഇന്ന് ശ്രീ സലാം ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞു, അത് ആദ്യമായിട്ട് മുസ്ലിം ലീഗ് പറയുന്ന കാര്യമല്ല. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ്
അത് സമസ്ത പറഞ്ഞ അഭിപ്രായമാണ്. സമസ്തയുടെ മുഖപ്രസിദ്ധീകരണമായിട്ടുള്ള സുപ്രഭാതം പത്രത്തിൽ അത് വന്നതാണ്. അതിൽ തന്നെ അവരുടെ ഒരു എഡിറ്റോറിയൽ ആർട്ടിക്കിളായിട്ട് അവർ എഴുതിയിരുന്നതിനകത്തിൽ പറയുന്നത് തന്നെ അവിടെ സുജിത് ദാസ് മലപ്പുറത്തേക്ക് ചാർജ് ഏറ്റെടുത്ത് വരുന്നു. അതിന് തൊട്ടു മുമ്പ് 2016 മുതൽ 19 വരെ ഏതാണ്ട് ആവറേജ് 12,000 കേസുകളായിരുന്നു മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്കിൽ പിന്നീട് അദ്ദേഹം വന്നതിന് ശേഷമുള്ള ഒരു സമയത്തേക്ക് ഈ കേസുകളുടെ എണ്ണം ഗണ്യമായിട്ട് വർദ്ധിക്കുന്നു. ആദ്യത്തെ വർഷം കഴിയുമ്പോഴേക്കും അത് 28,000 കേസിലേക്ക് വരുന്നു. രണ്ടാമത്തെ വർഷമാകുമ്പോഴേക്കും അത് 40,000 കേസാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആരോപണത്തിന്റെ ഒരു കോമണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മലപ്പുറത്തിനെ മോശമായ രീതിയിലേക്ക് ചിത്രീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടും അവിടെയുള്ള ചെറുപ്പക്കാരെയൊക്കെ തന്നെ ഇവർ ഒരുപാട് അന്യായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ് എന്ന ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കേസുകളുടെ എണ്ണം പെരുപ്പിച്ച് കാണിക്കുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ സമസ്ത പറയുന്നതാണെങ്കിലും സുപ്രഭാതം പറയുന്നതാണെങ്കിലും ലീഗ് പറയുന്നതാണെങ്കിലും അൻവർ പറയുന്നതാണെങ്കിലും എല്ലാം തന്നെ ഏകദേശം ഒരേ ഭാഷ്യമാണ്. നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിലാരും തന്നെ ഒരൊറ്റ യൂണിറ്റും, അത് പത്രമായിക്കോട്ടെ മറ്റാരെങ്കിലും ആയിക്കോട്ടെ, ഇതിൽ എത്ര കേസുകളാണ് വ്യാജമായിട്ട് ചമച്ചത് എന്നതിനെ പറ്റിയോ ഇതിൽ എത്ര കേസുകൾ തെറ്റായിട്ട് ചമച്ചതാണ് എന്നതിനെ പറ്റിയോ ഇതിൻ്റെയൊക്കെ സ്റ്റാറ്റസ് എങ്ങനെയാണ് എന്നതിനെ പറ്റിയോ ഒന്നും തന്നെ പറയുന്നില്ല. അതായത് കാര്യമായിട്ടൊന്നും പറയാതെ നമുക്ക് ലഭ്യമായിട്ടുള്ള കണക്കുകളെ കാണിക്കുന്നു. അപ്പോൾ കണക്ക് നോക്കുന്ന സമയത്ത് നേരെയാണ് 2016 മുതൽ 19 വരെ അവിടെ ഉണ്ടായിരുന്നത് 12,000 കേസുകളാണ് ആവറേജ് ഒരു വർഷമെങ്കിൽ പിന്നീട് അത് ഗണ്യമായിട്ട് വർദ്ധിക്കുന്നു. ഗണ്യമായിട്ടത് വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ പോലീസ് മെഷീനറി കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് പ്രവർത്തിച്ചിരിക്കാം. അതല്ല എന്ന് തെളിയിക്കുന്നത് വരെ നമുക്ക് നാച്ചുറലി അതല്ലേ ചിന്തിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് പല സ്റ്റാറ്റിസ്റ്റിക്സ്, പല മെട്രിക്സ് ഒക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ ക്രൈം റേറ്റുകളുടെ കാര്യത്തിൽ മൊത്തത്തിൽ നാഷണൽ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ പല കണക്കുകളും വരുന്ന സമയത്ത് ഒരു നിശ്ചിത കാലയളവിൽ ഏറ്റവും കൂടുതൽ ക്രൈം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള കേസുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്ന കണക്കുകളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ സമയത്ത് പലപ്പോഴും ഇതേപോലെ പറയാറുണ്ട്, നോക്കൂ UP-യിൽ കണക്ക് കുറവും കേരളത്തിൽ കൂടുതലുമാകുന്നതിൻ്റെ കാരണം കേരളത്തിലുള്ള ബെറ്റർ അവയർനെസ് ആണ് എന്നും ഇവിടെ കൃത്യമായിട്ട് ക്രൈം റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ ഓരോ കാര്യത്തിനും നമുക്ക് ഓരോ നിലപാടെടുക്കാൻ പറ്റില്ല, ഒറ്റ നിലപാടായിരിക്കണം. ഇവിടെ കൃത്യമായിട്ടുള്ള കണക്കുകൾ വരുന്നുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും അതുണ്ടാകണം. പിന്നെ ഇത് ഓൺ റെക്കോർഡുള്ള ഫാക്റ്റാണ്. അതായത് അദ്ദേഹം പറയുന്ന കണക്കുകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ 26,000 ആയെങ്കിലോ 40,000 ആയെങ്കിലോ ഒക്കെ തന്നെ അത് അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ചാർജ് ചെയ്യപ്പെട്ടിരിക്കുന്ന കേസുകളാണ്. ഷാഫി, ഇക്കാര്യത്തിൽ താങ്കളുടെ മറുപടി എങ്ങനെയാണ്? ശ്രീത്ത് പറയുന്നതിനെ താങ്കൾക്ക് എങ്ങനെയാണ് പ്രതിരോധിക്കാൻ കഴിയുക? ഇതൊരു സർക്കാരിന്റെ കൈവശമുള്ള കണക്കിനെ വക്രീകരിച്ചെന്തിനാണ് മുഖ്യമന്ത്രി പറയുന്നത്? അതുപോലെ തന്നെ സംസ്ഥാനത്തെ ഒരു ജില്ലയെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു മുഖ്യമന്ത്രി അങ്ങനെ സംസാരിക്കുമോ? അത് നിങ്ങളുടെ വെറും ഒരു രാഷ്ട്രീയ ആരോപണം മാത്രമല്ലേ? മുഖ്യമന്ത്രി അതിന്റെ കണക്ക് പുറത്തുവിടണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഇത് അഭ്യൂഹം ഉണ്ടാക്കുന്ന രീതിയിലാണ്. ഇതിന്റെ നരേഷൻ തന്നെ ആകെ മലപ്പുറം എന്ന് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കേരളത്തിലെ 14 ജില്ലകളിലെ ഹവാല കണക്ക് പുറത്തുവിടട്ടെ. കേരളത്തിലെ എല്ലാ എയർപോർട്ടുകളുടെയും ഈ സ്വർണ്ണക്കടത്തിന്റെ വിവരം പുറത്തുവിടട്ടെ. ഇത് അവ്യക്തമായ രീതിയിലാണ്. അവിടെയാണ് പഠിക്കേണ്ടത്. മാത്രമല്ല, കോഴിക്കോട് വിമാനത്താവളം എന്ന പേര് പോലും മറന്നു. മലപ്പുറത്തെ വിമാനത്താവളം എന്നാണ് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, മലപ്പുറം വിമാനത്താവളത്തിലെ സ്വർണം പോയ വഴികൾ ഞാൻ നേരത്തെ ഇങ്ങോട്ട് വിശദീകരിച്ചു. ആ ചോദ്യത്തിന് ഒരു മറുപടിയും ഇന്ന് വരെ ആരും നൽകിയിട്ടില്ല. ആ ചോദ്യത്തിന് വേണമെങ്കിൽ ശ്രീജിത്ത് പണിക്കർക്ക് ഒരു മറുപടി നൽകാമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇടത് സഹയാത്രികന് ഒരു മറുപടി നൽകാമായിരുന്നു. കാരണം എന്താണ്? അവിടെ പിടിക്കപ്പെടുന്ന ടാക്സ് വെട്ടിച്ച് വരുന്ന സ്വർണം അത് കളവ് മുതൽ എന്ന പോലെ എന്ത് ചെയ്യുന്നു? ഇവിടെ അത്തരത്തിൽ 180 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഇതാ പറയണേ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഈ അസസ്മെന്റ് എങ്ങനെയാണ് ഇത് വരുന്നത്? ഇതിലൊരു ജില്ല എങ്ങനെ ഉത്തരവാദിയാകുക? ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ കോഴിക്കോട് മുതലക്കുളം മൈതാനത്ത് PV അൻവർ സംസാരിക്കുകയാണ്. മാമി തിരോധാന കേസാണ് വിഷയമായി ഉന്നയിച്ചിരിക്കുന്നത്. പറയാതിരിക്കാൻ വയ്യ, മാമി കേസ് ആശങ്കയേറുന്നു എന്നതാണ് വിഷയം. അതിലേക്ക് വരാം. അതിനു മുമ്പ് ഷാഫിയുടെ മറുപടി തുടർന്നോളൂ. അല്ല, ഞാനൊന്ന് ലിവിംഗ് ആണ്, എനിക്ക് മാതൃഭൂമിയിലേക്ക് പോകണം. ശരി, ശ്രീജിത്ത് പണിക്കർ ഷാഫിയുടെ മറുപടി. അതിന്റെ ഇടയ്ക്ക് അതല്ല, ഒരു സെക്കൻഡ്. ഞാൻ ഇടത് സഹയാത്രികൻ അദ്ദേഹം പിന്നെ ഒരു മലപ്പുറവുമായി ബന്ധപ്പെട്ട അൻവർ നടത്തിയ ചില പരാമർശങ്ങളെ കുറിച്ച് പറഞ്ഞു. മലപ്പുറം ജില്ലാ സെക്രട്ടറി മോഹൻദാസിനെ കുറിച്ച് അൻവർ പറഞ്ഞതുണ്ടല്ലോ, നിസ്കരിക്കുന്നതാണ് അല്ലെ പേര് മുസ്ലിം. ഞങ്ങള് അതിനൊന്നും ആ രീതിയിൽ ഞങ്ങൾ കാണുന്നില്ല. മലപ്പുറം ജില്ലാ സെക്രട്ടറി മോഹൻദാസ് അദ്ദേഹം ഒരു വർഗീയവാദിയാണെന്നുള്ള ആക്ഷേപം ഞങ്ങൾക്കില്ല. ഞാൻ ഇന്ന് ഞങ്ങളെ മുതിർന്ന നേതാവ് KPA മജീദ് സാഹിബിനെ വിളിച്ചു. മലപ്പുറം ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഹമീദ് മാഷ് വിളിച്ചു. അതേമാതിരി മുമ്പ് സെക്രട്ടറി അഡ്വക്കേറ്റ് UL ലത്തീഫിനെ വിളിച്ചു. അദ്ദേഹം അങ്ങനെ
എന്താണ് നിസ്കരിക്കുന്നത് കൊണ്ട് അത്തരത്തിലുള്ള ഇത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം ഒരു വർഗീയവാദിയാണെന്നുള്ള ആക്ഷേപമില്ല. അൻവർ എന്തെങ്കിലാണ് ഓൺ ചെയ്താൽ അതൊക്കെ വാരി വിഴുങ്ങാൻ മാത്രം വിഡ്ഢികളല്ല ഞങ്ങൾ. അൻവർ ഒരിക്കലും മുസ്ലിം സമുദായത്തിലെ ഒരു സാജൻ സ്കറിയായി മാറരുതെന്നാണ് ഞങ്ങൾക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. വളരെ ഗൗരവം നിറഞ്ഞ വിഷയമാണ് ഉന്നയിച്ചത്. ആ വിഷയത്തിന്റെ മുകളിൽ ആരോഗ്യപരമായി ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള മതത്തിന്റെ എലമെന്റ് ഒക്കെ എടുത്ത് കൊണ്ടുവരാൻ പാടില്ല. അത് വിഷയത്തെ ചെറുതാക്കും. അതാ ഞങ്ങൾക്ക് പറയാനുള്ളത്. അൻവർ പങ്കെടുക്കുന്ന സമ്മേളനങ്ങളിലെ ജനത്തിരക്കിനെ കുറിച്ച് എന്താണ് ഷാഫി പറയുവാനുള്ളത്? അതൊരു താൽക്കാലിക പ്രതിഭാസം എന്നാണ് CPM-ന്റെ നിലപാട്. അല്ലല്ല, അദ്ദേഹത്തിന് ഒരു മിനിറ്റ്, അദ്ദേഹം വളരെ ആർജവത്തോടു കൂടി ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ, ആ വിഷയങ്ങൾക്ക് മറുപടി കിട്ടാത്തത് കൊണ്ട് ജനങ്ങൾക്ക് ഭയങ്കരമായ എന്തുണ്ട്, പരിഭ്രാന്തരാണ് ജനങ്ങള്. നമ്മളെ നാട്ടിൽ ആരെയും നമ്മൾ ഇനി വിശ്വസിക്കേണ്ടത്? നമ്മുടെ പോലീസ് സംവിധാനം കുത്തഴിഞ്ഞ് കിടക്കുന്ന ഒരു ചിത്രം പറയുന്നത്. അല്ലെങ്കിൽ അൻവറിനെതിരെ കേസെടുത്തിട്ട് കൂട്ടട്ടെ, തയ്യാറുണ്ടോ? ഈ രാജ്യത്തെ ADGP നൊട്ടോറിയസ് ക്രിമിനൽ ആണെന്ന് ഒരു മനുഷ്യൻ എത്രയായി 26 ദിവസമായി വിളിച്ചു പറഞ്ഞിട്ട്, ഒരു സാധാരണക്കാരെ വിളിച്ചു പറഞ്ഞത് എന്താ കേസെടുക്കാത്തത്? അൻവറിനെ അവർക്കും ഭയമുണ്ട്. അതല്ല ഇത് മനസ്സിലാക്കേണ്ടത്. ഓരോരോ കാര്യങ്ങൾ എടുത്തു നോക്കൂ, എന്തെല്ലാം വിഷയങ്ങളാണ് എടുത്തു കൊണ്ടുവന്നത്. അതിനൊന്നും മറുപടി ഉണ്ടോ? മറുപടി എന്താ? ഈ പാർട്ടി എന്താ നിങ്ങൾക്ക് അറിയില്ല. ആ പാർട്ടിന്റെ മഹത്വം അതല്ല ഇവിടെ വേണ്ടത്. അൻവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഇന്ന കാരണത്താൽ തെറ്റാണ്, അതിന്റെ മറുപടി ഇതാ. ഇത് പറയാൻ സർക്കാരിന്റെ ആളുകളില്ല, പാർട്ടിയുടെ ആളുകളില്ല, ആരുമില്ല. അൻവറിന്റെ ചോദ്യങ്ങൾ ഇപ്പോഴും എയറിൽ നിൽക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ജനങ്ങൾ എന്താണ് ഇയാൾ ഇനി പറയാൻ പോകുന്നത് അറിയാൻ വേണ്ടി വീണ്ടും പോവുകയാണ്. അത് സ്വാഭാവികമായ ആകാംക്ഷയാണ്. എല്ലാ പാർട്ടിപ്പെട്ടവരും ഉണ്ടാവും. അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ശരി, അൻവർ ഇപ്പോൾ സംസാരിക്കുകയാണ് കോഴിക്കോട് മുതലക്കുളത്ത്. അതിലേക്ക്